പുഷ്പരാജ് പുഷ്പ മൂവി കണ്ട്. ഇന്ന് ഫസ്റ്റ് ഷോ കാണണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഫസ്റ്റ് ഷോ പോയി കണ്ടു വന്നിരിക്കുകയാണ് ഇപ്പോൾ. ഫസ്റ്റ് ഷോ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. നമ്മളെ തിരൂര് ഗയാമ തിയേറ്റർ. അത് റീഇന്നോവേഷൻ കഴിഞ്ഞ് പുതുക്കി പണിത് നമ്മുടെ മാജിക് ഫ്രെയിംസ് എടുത്തതിന് ശേഷം ഫസ്റ്റ് ഷോ ആണ് പുഷ്പ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തിയേറ്ററിൽ പോയി കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് രാവിലെ ബുക്ക് ചെയ്തു. അതിന് ശേഷമാണ് നമ്മുടെ പുഷ്പക്കെതിരെയുള്ള എതിരെയെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം പടം കണ്ടതുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസ്, പൊങ്കാലകൾ ഒക്കെ കണ്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ കുടുങ്ങിയെന്ന് വിചാരിച്ചു. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ വരെ നോക്കി. പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സ് വരെ അവതാരത്തിന്റെ അപരാധം. പുഷ്പ ഫയറായില്ല, ഫ്ലവറായി. എന്തിന് മുൻനിര ആളെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, മുൻനിര ട്രോളൻ വരെ ട്രോളി. ഇതൊക്കെ കണ്ട് ഏതായാലും ക്യാൻസലേഷന് സാധിക്കുന്നില്ല. അപ്പോൾ ക്യാഷ് പോയി. ഇന്ന് തിയേറ്ററെങ്കിലും കാണാലോ. പുതുതായി പണിത തിയേറ്ററാണല്ലോ. അപ്പോൾ അതെങ്കിലും കാണാലോ എന്ന് കരുതി ആ ഒരു മൈൻഡ് സെറ്റോടെ പോയി കണ്ട പടമാണ് പുഷ്പ. 6:15 ഷോ തുടങ്ങി ഒരു 9:45 വരെ 3.5 മണിക്കൂറുണ്ട് പടം. പക്ഷെ സത്യം പറയാലോ, എനിക്ക് പടം യാതൊരുവിധ നെഗറ്റീവായിട്ടും തോന്നിയില്ല, ഒരു അരോചകമായിട്ട് തോന്നിയില്ല. പടം പൊളിച്ചടുക്കിയിട്ടുണ്ട്. സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണിത്. അപ്പോൾ എനിക്ക് മാത്രമല്ല തോന്നിയത്, എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിനും പിന്നെ രാവിലെ ഫസ്റ്റ് ഡേ കണ്ട 1-2 ആളുകൾക്കൊക്കെ പടം നന്നായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. ഭയങ്കര എൻഗേജിങ് ആയിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പം ഇങ്ങനെ റിവ്യൂസ് വന്നത്? ഒരു പടത്തിന് ബഹുഭൂരിപക്ഷം ഞാൻ രാവിലെ കണ്ട ഒരു 95% റിവ്യൂകളും പടം മൂഞ്ചിച്ച് പ്രതീക്ഷക്കത്ത് ഉയർന്നില്ല എന്നുള്ള റിവ്യൂ ആണ് ഞാൻ കണ്ടത്. പക്ഷെ എനിക്ക് പടം കൺവേ ആയി, എനിക്ക് ഭയങ്കര എൻഗേജായി. പക്ഷേ എവിടെയും ഇവർ പറഞ്ഞ പോലെ ഒരു അരോചകമായിട്ടോ ഒന്നും തോന്നിയില്ല എന്നാണ് സത്യസന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ റിവ്യൂസില്, തിയേറ്റർ റെസ്പോൺസില് ഒരാൾ പറയണ്ടായി ഒരു പോസിറ്റീവും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ നെഗറ്റീവ് എന്ന്. അപ്പൊ അതൊക്കെ ഞാൻ കരുതിയിട്ടാണ് തിയേറ്ററിൽ പോയത്. പൈസ പോയി എന്ന് തന്നെ കൂട്ടി. പക്ഷെ അതിനൊക്കെ മാറ്റി മറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് പടം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മുടെ അല്ലു അർജുന് പക്ക നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. നന്നായിട്ടുള്ള സ്ക്രീൻ പ്രസൻസ് അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള പടങ്ങൾ, പ്രത്യേകിച്ച് നായകന്മാർക്ക് വളരെ പ്രാധാന്യമുള്ള പടങ്ങളിൽ വില്ലന്മാർക്ക് ചെറിയ റോളായിരിക്കും. അല്ലെങ്കിൽ വില്ലന്മാർക്ക് ഒരു പ്രാധാന്യമുള്ള റോൾ ഉണ്ടെങ്കിൽ തന്നെ നായകന് കീഴായിരിക്കും, നായകന്റെ അയഞ്ഞാട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇതില് നമ്മുടെ ഫഹദ് ഫാസിൽ അതിനൊക്കെ കവച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അല്ലു അർജുനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഫഹദ് ഫാസിലിന്റെ അഭിനയവും അദ്ദേഹത്തിന്റെ ക്യാരക്ടറൈസേഷനൊക്കെയാണ്. മുന്നത്തെ പുഷ്പന്റെ ആ ഒരു ഫോളോ അപ്പ് തന്നെ ആണെങ്കിലും കൂടിയും ഇതിൽ കുറച്ചും കൂടി സ്ക്രീന് ഫാഫൊക്കെ ഉണ്ട്. അത് അദ്ദേഹം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മൂപ്പരെ നന്നായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ സംവിധായകൻ എന്ന് പറയാം. എന്താ സ്ക്രീൻ പ്രസൻസ്! പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ടും ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷ ആളുകളും ഈ പടത്തെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിച്ചത് എന്നുള്ള ഭയങ്കര ചോദിച്ചിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഇനി തുടർന്ന് ചിലപ്പോൾ ഇതിന് നല്ല റിവ്യൂസ് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്നെപ്പോലുള്ളവർ ഇതേമാതിരി നെഗറ്റീവ് ആണ് എന്ന് കരുതി ടിക്കറ്റ് എടുത്ത് ഓൾറെഡി ബുക്ക് ചെയ്തവർ എങ്ങനെയാലും പടം കാണണമല്ലോ. അപ്പോൾ അവരെ കണ്ടിറങ്ങുമ്പോൾ എൻ്റെ അതേ മൈൻഡ് സെറ്റ് ആയിരിക്കും. 100% എനിക്ക് ഉറപ്പാണ്. പടം ഫുൾ പ്രേക്ഷകനെ ഇരുത്തി എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്. ഫൈറ്റ് ആയിരുന്നാൽ കൂടിയും അതേപോലെ തന്നെ അല്ലു അർജുന്റെ പടത്തിൽ പിന്നെ ഡാൻസ് മുഖ്യം ബിഗിലേ അതൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കഥയിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല, അത് സ്പോയിലറായി പോവും. എന്നിരുന്നാലും അതിൻ്റെ 3ാം ഭാഗം കൂടി വരുന്നുണ്ട്. അതിൻ്റെ അവസാനം എഴുതി കാണിക്കുന്നുണ്ട്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അടുത്ത കാലത്ത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പുഷ്പ.
എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഞാൻ മുടക്കിയ ക്യാഷിന് വാല്യൂ കിട്ടി. അത് ഞാൻ എവിടെയും തുറന്നു പറയും. കാരണം അത്രയും നെഗറ്റീവ് റിവ്യൂ വന്ന ഒരു മൂവി ഞാൻ തിയേറ്ററിൽ പോയി ഇരുന്നപ്പോൾ വരെ പ്രതീക്ഷിച്ചത് വേറൊന്നാണ്, പക്ഷെ എനിക്ക് കിട്ടിയത് വേറൊന്നാണ്. പൊളിച്ചടുക്കിയിട്ടുണ്ട് പുഷ്പരാജ്. പടത്തിന്റെ ഇന്റർവെൽ സീനൊക്കെ ഒരു കുറച്ച് ഇന്റർവെല്ലിലേക്ക് എത്താൻ ഒരു കുറച്ച് ടൈമുണ്ട്. അതൊക്കെ ഭയങ്കര എൻഗേജിങ് ആണ്. ഫാഫ് ആയാലും അല്ലു ആയാലൊക്കെ കട്ടക്ക് നിന്നിട്ട് ഈ പടം ഇറങ്ങി ഇനി OTTയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രേക്ഷകര് റീവാച്ച് ചെയ്യാൻ പോകുന്ന ഒരു സീനുണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്റർവെല് ടൈമിലുള്ള ആ ഒരു സീക്വൻസ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. അത്രയും സൂപ്പറായിട്ട് തന്നെ ഇന്റർവെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇന്റർവെൽ പഞ്ചൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ രശ്മികനെ പറ്റി പറയുകയാണെങ്കിൽ രശ്മിക ഒരു ഓക്കെ പെർഫോമൻസ് ആണ്. അറിയാലോ ഇങ്ങനെയുള്ള പടങ്ങളിൽ നായികക്ക് പിന്നെ വലിയ സ്കോപ്പ് ഉണ്ടാവില്ല. എന്നിരുന്നാലും രശ്മികയും ഈ ഒരു പടത്തിൽ ഒരു 5 മിനിറ്റ് ഒരു 5-8 മിനിറ്റുള്ള ഒരു സീനില് അല്ലുവിനെക്കാട്ടി മുകളിൽ സ്കോർ ചെയ്യണ ഒരു സീനും ഈ പടത്തിലുണ്ട്. പക്ഷെ ഇതില് ഇപ്പൊ റിവ്യൂ പറഞ്ഞവര് രാവിലെ പറഞ്ഞത് അണ്ണൻ തമ്പി അല്ലെങ്കിൽ അപ്പ അമ്മ പാസം ഉണ്ടല്ലോ, ഫാമിലിയിലുള്ള പാസം, ആ പാസം കുറച്ച് കൂടിപ്പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും എവിടെയും കൂടിപ്പോയിട്ടില്ല. ചെറുതായിട്ട് എവിടെയെങ്കിലും ആ ഒരു ഇത് വരുമ്പോൾ അപ്പൊ തന്നെ പ്രേക്ഷകനെ എൻഗേജ് ആക്കണ വേറെ സീൻസും ഈ പടത്തിൽ വേണ്ടുവോളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിവ്യൂവേഴ്സ് പറഞ്ഞ പോലെ ഒരു ഫീലിങ്സ്, നമ്മുടെ ഒരു ചടപ്പിക്കണ ഒരു ഫീൽ എനിക്ക് ഈ പടത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ റിവ്യൂസ് ഒന്നും വിശ്വസിച്ചിട്ട് പടം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ റിവ്യൂ കണ്ടിട്ട് പടം കാണാതിരിക്കണ്ട. ധൈര്യമായിട്ട് എൻ്റെ വാക്ക് വിശ്വസിക്കാൻ നമുക്ക് ധൈര്യമായിട്ട് പടം പോയി കാണാം. പടം ഫുൾ എൻഗേജിങ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ഓഡിയൻസിനോട് നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു അഭിനയ മികവ് തന്നെയാണ്, അഭിനയ പ്രകടനം തന്നെയാണ് നമ്മളെ ഫാഫ ഈ പടത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. നായകനൊപ്പം തന്നെ അല്ലെങ്കിൽ പല സീനുകളിലും നായകനേക്കാൾ കുറച്ചുകൂടി മുകളിലായിട്ട് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഘട്ടത്തില് ഫാഫ തന്നെയാണ് ഈ പടത്തെ ഒരു എൻഗേജ് ആക്കിയിട്ട് പ്രേക്ഷകനെ ഈ പടത്തിലേക്ക് ആകർഷിപ്പിക്കുന്നതും ഫാഫ തന്നെയാണ്. ഫാഫന്റെ റോള് വെച്ചിട്ട് വേറൊരു നടൻ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത്രത്തോളം ഒരു എൻഗേജിങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിനയ മികവ് തന്നെയാണ്. ശരിക്ക് ഷികാവത്തായിട്ട് ഫാഫ അതിൽ ജീവിക്കുന്നായിരുന്നു. പിന്നെ നമ്മളെ അല്ലു അർജുൻ ഓൾറെഡി ദേശീയ അവാർഡൊക്കെ നേടിയതാണ് ആ ഒരു ക്യാരക്ടർ. അദ്ദേഹം അത് ഫുൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ചെരിഞ്ഞുള്ള ആ നടത്തവും കാര്യങ്ങളും ആ ബെൽറ്റ് കയറ്റലും വാച്ച് ആ മുകളിലേക്ക് ആകലും മൂപ്പര ഒരു ട്രേഡ് മാർക്കായിട്ട് ഈ പടത്തിലുടനീളമുണ്ട്. അത് നന്നായിട്ട് തന്നെ പ്രേക്ഷകനെ രസിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടെയും ഇവിടെ ആക്കിയിട്ട് ഫാഫന്റെ ആയാലും അല്ലുവിന്റെ ആയാലും ഒക്കെ കോമഡീസ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഈ റിവ്യൂവേഴ്സ് ഇത് അപരാധം എന്ന് പറഞ്ഞതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. തീർച്ചയായിട്ടും സിനിമാ പ്രേമികൾക്ക്, പുഷ്പ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടവർക്ക്, അല്ലു അർജുനെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഫാഫനെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പടം പോയി കാണാൻ നിങ്ങൾ ഒരിക്കലും അത് നിരാശപ്പെടുത്തില്ല. തീർച്ചയായിട്ടും പോയി കാണേണ്ട പടം തന്നെയാണ്.